പുതിയ ഫോണിലേക്ക് മാറിയപ്പോൾ വാട്സാപ്പ് ബിസിനസ് ചാറ്റുകൾ നഷ്ടപ്പെട്ടു പോയോ? ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ചെയ്യുന്ന 3 വലിയ മിസ്റ്റേക്കുകളാണ് അതിൻ്റെ കാരണം. ആ 3 വലിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ് ഡാറ്റ സേഫായി ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ആ 3 വലിയ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക്, ബാക്കപ്പ് ഉണ്ടോ എന്ന് ശരിയായി വെരിഫൈ ചെയ്യാത്തത്. പല ആളുകളും ഓട്ടോ ബാക്കപ്പ് ഓൺ ആണെന്ന് കണ്ടാൽ ബാക്കപ്പ് കറക്റ്റായി നടക്കുന്നു എന്ന് കരുതും. പക്ഷെ ഇവിടെ പലരും ശ്രദ്ധിക്കാത്ത ഒരു പ്രധാന കാര്യമുണ്ട്. അത് ലാസ്റ്റ് ബാക്കപ്പാണ്. ഇവിടെ കാണുന്ന ലാസ്റ്റ് ബാക്കപ്പ് ഡാറ്റ പഴയതാണെങ്കിൽ അതിൻ്റെ അർത്ഥം പുതിയ ചാറ്റുകൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ആയിട്ടില്ല എന്നതാണ്. ഇത് പരിശോധിക്കാതെ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ചില ചാറ്റുകൾ കാണാതെ പോകും. രണ്ടാമത്തെ മിസ്റ്റേക്ക്, ബാക്കപ്പ് എടുത്ത് ജിമെയിൽ അക്കൗണ്ട് വെരിഫൈ ചെയ്യാത്തത്. പലരും ഒരു ഫോണിൽ തന്നെ 2ഉം 3ഉം ജിമെയിൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ വാട്സാപ്പ് ബാക്കപ്പ് എടുത്തത് ഏത് ജിമെയിലാണെന്ന് ശ്രദ്ധിക്കാറില്ല. പുതിയ ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് റീസ്റ്റോറിന് ശ്രമിക്കും. ബാക്കപ്പ് എടുത്തത് ഒരു അക്കൗണ്ടിൽ, റീസ്റ്റോർ ചെയ്യുന്നത് മറ്റൊരു അക്കൗണ്ടിൽ. അപ്പോൾ വാട്സാപ്പിന് ബാക്കപ്പ് കണ്ടെത്താൻ പറ്റില്ല. ഇത് ടെക്നിക്കൽ പ്രശ്നമല്ല, അക്കൗണ്ട് മിസ്മാച്ച് മാത്രമാണ്. ഇത് ഒരു ചെറിയ കാര്യമായി തോന്നും, പക്ഷെ റീസ്റ്റോർ ഫെയിലാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇത്. മൂന്നാമത്തെ മിസ്റ്റേക്ക്, റീസ്റ്റോർ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യുന്നത്. പലരും പുതിയ ഫോണിലേക്ക് വാട്സാപ്പ് റീസ്റ്റോർ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് ബാക്കപ്പ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട എന്നാണ്. അതിനാൽ റീസ്റ്റോർ സ്കിപ്പ് എന്ന ഈ ഓപ്ഷൻ വരുമ്പോൾ ഇത് ഒരു നോർമൽ ഓപ്ഷനാണെന്ന് കരുതി ഇവിടെ സ്കിപ്പ് കൊടുക്കുന്നവരാണ്. ബാക്കപ്പ് ഉണ്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി റീസ്റ്റോർ ആകുമെന്ന് പലർക്കും തോന്നും. പക്ഷെ വാട്സാപ്പ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷനിൽ സ്കിപ്പ് കൊടുത്ത് സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്താൽ റീസ്റ്റോർ പ്രോസസ്സ് പിന്നീട് അവൈലബിൾ ആകാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയും പുതിയ ഫോണിലെ വാട്സാപ്പിൽ ചാറ്റുകൾ കാണാത്ത പ്രശ്നം വരും. റീസ്റ്റോർ ചെയ്യുമ്പോൾ മിക്കവരും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ശരിയായ രീതിയിൽ വാട്സാപ്പ് ബിസിനസ് ഡാറ്റ സേഫായി പുതിയ ഫോണിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.